കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകൃതമായതിനു ശേഷം ഇന്ന് 69 സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈ 69 വർഷം പൂർത്തിയാക്കുമ്പോഴുള്ള പ്രത്യേകത, ഇന്ന് സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇന്നലെ വരെ കേരളത്തിൽ അതിദരിദ്രരുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. ഇന്നു മുതൽ അതിദരിദ്രർ കേരളത്തിലില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അനൗദ്യോഗികമായി എവിടെയെങ്കിലും അതിദരിദ്രർ ഉണ്ടോ എന്ന് അറിയില്ല. അതിദരിദ്രർ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും വയറുനിറയെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവര്, മാന്യമായി വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവര്, പാർപ്പിടം ഇല്ലാത്തവര്, ചികിത്സയ്ക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ കഴിയാതെ വരുന്നവർ, ഇത്തരം ആൾക്കാരെയാണ് അതിദരിദ്ര എന്ന് ദരിദ്ര രേഖയ്ക്ക് താഴെ, അതായത് അതിദരിദ്രർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്നു മുതൽ കേരളത്തിൽ ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ആ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നതാവട്ടെ തലസ്ഥാന നഗരിയിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്, സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ആ വലിയ സമ്മേളനത്തിൽ 3 സിനിമാ താരങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. 3 സൂപ്പർ സ്റ്റാറുകൾ. ഒന്ന് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുള്ള തമിഴ്നാട്ടുകാരനായ ശ്രീ കമലഹാസൻ, കേരളത്തിൽ നിന്നുള്ള മലയാള സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി, മോഹൻലാലും പങ്കെടുക്കുന്നുണ്ട്. അവരെ വിശിഷ്ട അതിഥികളാണ്, മുഖ്യ അതിഥികളാണ്. അതേസമയം കേരളത്തിലെ നിലവിലിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നുള്ള പ്രമുഖ എഴുത്തുകാരായ സച്ചിദാനന്ദനെയും മുകുന്ദനെയും ഈ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പങ്കെടുപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും പുറത്തു വരുന്ന പരസ്യങ്ങളിലൊന്നും ഇവരുടെ പേരില്ല. അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ, ശാസ്ത്ര മേഖലകളിൽ അടക്കമുള്ള മേഖലകളിലെല്ലാം അതീവ പ്രഗത്ഭരായവരെ ഈ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഉൾക്കൊള്ളിച്ചതായിട്ട് അറിയുന്നില്ല. അതൊന്നും ആയിക്കൊള്ളട്ടെ. എന്തൊക്കെയാലും അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ 1956 നവംബർ 1-ാം തീയതിയാണ് ഔദ്യോഗികമായി കേരളം രൂപീകൃതമാകുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 സ്വതന്ത്രന്മാരടക്കമുള്ളവരെ വിജയിപ്പിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തു. ലോകത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ആ ഒരു പേരും കേരളത്തിനുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങൾ തമിഴ്നാടിന്, അതായത് ഇന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത് കന്യാകുമാരി പോലുള്ള സുന്ദര പ്രകൃതി അനുഗ്രഹിച്ച നാട് എല്ലാം തമിഴ്നാട്ടിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും വിളവങ്കോട്, കൽക്കുളം,
അഗസ്ത്യോത്സരം, തോവാള, ചെങ്കോട്ട, കന്യാകുമാരി എന്നീ സ്ഥലങ്ങളാണ് ഇന്നത്തെ തമിഴ്നാട് അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ശേഷിക്കുന്ന കാസർഗോഡ്, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് രൂപീകരിക്കുന്നത്. കേരളത്തിൽ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തൊട്ട് അടുത്ത വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ, ലോകസഭ തിരഞ്ഞെടുപ്പിൽ 18 ലോകസഭാ സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ 10 സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരസ്ഥമാക്കി. ശേഷിക്കുന്ന 8 സീറ്റുകളിൽ 1 സീറ്റ് മുസ്ലിം ലീഗ്, 1 സീറ്റ് PSP, ശേഷിക്കുന്ന 6 സീറ്റുകൾ കോൺഗ്രസും കരസ്ഥമാക്കി. അതിനു മുമ്പ് ഒരു ലോക്സഭ കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന 1952 ആ 52 ഏപ്രിൽ മാസം 17-ാം തീയതി ആണ് ലോകസഭ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ആ ലോകസഭയിൽ കോൺഗ്രസിനാവട്ടെ 459 അംഗങ്ങളുണ്ടായിരുന്നു. 459 അംഗങ്ങൾ ഉണ്ടായിരുന്ന ലോകസഭയിൽ കോൺഗ്രസിന് 364 സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് ലോകസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതേസമയം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 16 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ലോകസഭയിലെ 2ാം കക്ഷിയാവുകയും പ്രതിപക്ഷ പാർട്ടി ആയി മാറുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത് ആകെ 1 അംഗത്തെ മാത്രമാണ്. 52-ലെ ലോകസഭയിലേക്ക് അയച്ച മലയാളികളിൽ 2 വനിതകൾ ഉണ്ടായിരുന്നു. ഒന്നന്ന് മദ്രാസ് സംസ്ഥാനത്തിൽ കൂടി നിൽക്കുന്ന മലബാറിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അമ്മു സ്വാമിനാഥനും, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ആനി മസ്തീനുമാണ് ലോകസഭയിലെ കേരളത്തിൽ നിന്ന് മലയാളികളായ 2 വനിതാ അംഗങ്ങൾ. ഇവർ 2 പേരും കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് മത്സരിച്ച് വിജയിച്ചത്. മാത്രവുമല്ല, ഇവർ 2 പേരും അമ്മു സ്വാമിനാഥനും ആനി മസ്തീനും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുമായിരുന്നു. ഇന്ന് കേരളം എത്തി നിൽക്കുന്നത്, കേരളത്തിന്റെ പുരോഗമനപരമായ പല നടപടികളും, എടുത്തു പറയത്തക്ക പല നടപടികളും ഈ 69 വർഷങ്ങൾക്ക് അകത്ത് നടന്നിട്ടുണ്ട്. മാറി വരുന്ന സർക്കാരുകൾ, ഇടതുപക്ഷ സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതൊഴിച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. തുടർന്ന് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കൂട്ടുകക്ഷി മന്ത്രിസഭ മുന്നണികളാണ് മത്സരിക്കുന്നത്. ഇപ്പോഴും മുന്നണി തന്നെയാണ് മത്സരിച്ചതും വിജയിച്ചതും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് അധികാരത്തിലിരിക്കുന്നത്. ആ മന്ത്രിസഭയാണ് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും സാക്ഷരതയുടെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും
വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലായാലും കേരളം മുന്നില്ല എന്നാണ് ഔദ്യോഗികമായ കണക്കൂട്ടൽ. അതേസമയം കേരളത്തിൽ നടന്നു വരുന്ന കേരളത്തിലെ ദിവസവും അതുപോലുള്ള ചില അനധികൃതമായുള്ള ചില ബിസിനസ്സുകൾ, അക്കൂട്ടത്തിൽ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, സ്പിരിറ്റ് കച്ചവടം, കൂലിത്തല്ല്, പെയ്ഡ് ഗുണ്ടകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുടെ എണ്ണം വർദ്ധിക്കും തോറും അതിന്റെ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമ രംഗത്ത് പെയ്ഡ് ന്യൂസ് ഇന്നൊരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിലെ മൂല്യത്തകർച്ച, മൂലാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും ഒരു സാങ്കല്പികമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മൂലാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. അതുപോലെ തന്നെ മാധ്യമരംഗത്തും മൂലാധിഷ്ഠിത പത്രപ്രവർത്തനമൊക്കെ ഇവിടെ നിന്നും അകന്നു പോയിട്ട് എത്രയോ സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും, സാംസ്കാരിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലുള്ള വ്യവസായ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ഒക്കെ തന്നെ മൂല്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അവിടെയെല്ലാം മൂലാധിഷ്ഠിതമായ ധാർമ്മികമായ നിലവാരം വളരെ താഴ്ന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ കേരളം ഉയർന്ന നിലവാരം പുലർത്തുമ്പോഴും കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ തൊഴിൽ നേടി വിദേശങ്ങളിലേക്ക് പോകുന്ന ഒരു ചിത്രവും കാണാൻ കഴിയും. കേരളത്തിൽ 10ാം ക്ലാസ് വരെ മാത്രമേ അല്ലെങ്കിൽ +2 വരെ മാത്രമേ കേരളത്തിൽ പഠിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾ താല്പര്യം കാണിക്കുന്നുള്ളൂ. +2 കഴിഞ്ഞാൽ അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് അവർ പോകുന്നു. അവിടെ പഠിക്കുന്നു, അവിടെ തൊഴിൽ തേടുന്നു, അവിടെ തൊഴിൽ ചെയ്യുന്നു. അവർ പിന്നെ പലപ്പോഴും ഒരു വരുത്തർ എന്ന നിലയിൽ മാത്രമേ സ്വന്തം നാട്ടിലേക്ക് വരുന്നുള്ളൂ. അവർ വിദേശ രാഷ്ട്രങ്ങളിൽ, പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ കുടുംബപരമായി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ അധ്വാനശേഷി, അവരുടെ ബുദ്ധി, കഴിവ്, സാമർഥ്യം, കായികപരമായ അധ്വാനം എല്ലാം ആ വിദേശ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണേണ്ടത് ഈ അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ളവരെ, ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അത്തരം കേരളത്തിലെ വിദഗ്ധരായ ആൾക്കാർ, അത് എല്ലാ മേഖലയിലുമുള്ള വിദഗ്ധർ വിദേശങ്ങളിലേക്ക് പോകുന്നത് അത് സ്വന്തം നാട്ടിൽ തന്നെ അവരുടെ കഴിവും സാമർഥ്യവും ബുദ്ധിയും എല്ലാം വിനിയോഗിക്കുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവണമെന്നും, അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം സഹായകമായത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള ഒഴുക്കാണ്. അവിടെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്നവരും എഴുത്തും വായനയും അറിഞ്ഞൂടാത്തവർ പോലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന പണം സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ കേരളത്തിന്റെ സാമ്പത്തിക നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുകൂടി ഈ അവസരത്തിൽ അനുസ്മരിപ്പിച്ചുകൊണ്ട് നവംബർ 1 എല്ലാ മലയാളികൾക്കും കേരള ദർശൻ ടിവിയുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.